ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് വീഡിയോ എടുക്കാനായിട്ട് ഞാനും ഉണ്ട്, എൻ്റെ മോളും ഉണ്ട്. ഇതാണ് എൻ്റെ നീലുമോള്, പേര് ശ്രദ്ധ എന്നാണ്. നൈസ് ക്യൂട്ട് കുട്ടിയാണ്. രാത്രിയായിട്ട് ഇതുവരെ ഉറങ്ങിയിട്ടില്ല ഗൈസ്. അടുത്ത ഗൈസ് വന്നിരിക്കുന്നു. ഇതാണ് എൻ്റെ രണ്ടാമത്തെ മോള്, ഇതാണ് എൻ്റെ മൂത്ത മോള്, ഇതാണ് എൻ്റെ രണ്ടാമത്തെ മോള്. ട്വിൻസാണ്. അപ്പോൾ രാത്രിയായിട്ട് ഉറക്കമൊന്നുമില്ല, വീഡിയോ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി രണ്ടും കൂടി എൻ്റെ കൂടെ വന്ന് നിൽക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇന്നൊരു ഗ്ലോയിങ് മേക്കപ്പാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അമ്മേ എനിക്കും വേണം മേക്കപ്പ് എന്ന് പറഞ്ഞ് രണ്ടെണ്ണം വന്നിരിക്കുകയാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു വീഡിയോ എടുക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ഗ്ലോയിങ് സ്കിൻ മേക്കപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡേ ക്രീമാണ്, ഒരു ഗ്ലോയിങ് ക്രീമാണ്. നമ്മൾ പുറത്ത് പോകാനായിട്ട് ഈ ഒരു ഒറ്റ പ്രോഡക്റ്റ് ഇട്ടാൽ മതി. സൺസ്ക്രീൻ ഉണ്ട്, ഗ്ലോയിങ് ക്രീമുണ്ട്, നിയാസിനമൈഡ്, ഗ്ലൈക്കോളിക് ഉണ്ട്. ഇതെല്ലാം കൂടി ആഡഡ് ആയിട്ടുള്ളൊരു ക്രീമാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. കൂടെ ഒരു ലിപ്സ്റ്റിക്കും പരിചയപ്പെടുത്താൻ പോകുന്നത്. ഡെയിലി ഞാൻ യൂസ് ചെയ്യുന്ന ഷെയ്ഡ് റെഡാണ്. റെഡ് എനിക്ക് നല്ല ബോൾഡായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ഷെയ്ഡാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ വീഡിയോസിലൊക്കെ എടുക്കുമ്പോൾ നല്ല പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. നമുക്ക് എടുത്ത് നിൽക്കാൻ കുറച്ച്, അപ്പോഴത്തേക്കും എൻ്റെ ലിപ്പ് ഓൾറെഡി കുറച്ച് വലുതാണ്. അപ്പോൾ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാതിരിക്കാനായിട്ട് ഞാനൊരു ലിപ്സ്റ്റിക്കും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കാണിച്ചു തരാം. ഇതാണ് ഗൈസ് ക്രീം വന്നിട്ട്. ഇത് ഗ്ലൈക്കോളിക് ബ്രൈറ്റിൻ്റെ ലോറിയലിൻ്റെ ക്രീമാണ്. SPF 30 വരുന്നുണ്ട്, നിയാസിനമൈഡ് വരുന്നുണ്ട്, ഗ്ലൈക്കോളിക് ആസിഡ് വരുന്നുണ്ട്. എല്ലാം കൂടി ആഡായിട്ട് വരുന്നൊരു ക്രീമാണ്. ഇതിനകത്ത് ഷെയ്ഡ് വന്നിട്ട് ഒരു പിങ്കാണ്. നല്ല ഞാൻ ഇത്ര യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല പ്രോഡക്റ്റാണ്. പിഗ്മെൻറ്റേഷൻസ് ഒക്കെ നല്ലപോലെ കുറയ്ക്കും. ബ്രൈറ്റനിങ് ആണ്. നമുക്കൊരു ഗ്ലോയിങ് ലുക്കിങ്ങിന് വേണ്ടി നമുക്ക് ഇടാൻ പറ്റിയ ഒരു പ്രോഡക്റ്റാണ്. അപ്പം ഞാനിത് ഇടാൻ പോവാണ്. നീലിനും കൂടി വേണമെന്നാണ് പറയുന്നത്. ഇത് നമുക്ക് നോർമലി ഉള്ള ക്രീമാണ്. അപ്പോൾ ഇതാണ് ക്രീം വന്നിട്ട്. നമുക്ക് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കുറച്ച് ക്വാണ്ടിറ്റി ഇട്ടാൽ മതി. നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരാൾ ഭയങ്കര ശല്യമായിരുന്നു. ഇപ്പോൾ ഒരാളെ ചെറുതായിട്ട് ഞാൻ ഒന്ന് ഓട്ടിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ലൈറ്റായിട്ട് അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിങ്ക് ഷെയ്ഡാണ് വരുന്നത്. നമുക്ക് നല്ലൊരു ഗ്ലോയിങ് കിട്ടും. ഫൗണ്ടേഷനോ ക്രീംസോ വേറെ ഒന്നും അപ്ലൈ ചെയ്യണ്ട. ഈ ഒറ്റ ക്രീം ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് നല്ലപോലെ സ്കിന്ന് ക്ലിയർ ആയിട്ടും കിട്ടും, ഗ്ലോ ആയിട്ടും കിട്ടും. നമ്മൾ എന്ത് അപ്ലൈ ചെയ്താലും കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യണം കേട്ടോ. ഫേസിൽ മാത്രമല്ല, കഴുത്തിലും കൂടി. കാരണം നമ്മുടെ കഴുത്തിൽ ഈ ഒരു ചിൻ 8 മുതൽ താഴോട്ട് നമുക്ക് വേറൊരു സ്കിൻ ഷെയ്ഡായിരിക്കും വരുന്നത്. ആ ഒരു കഴുത്തിൻ്റെ പോർഷൻ വന്നിട്ട് വേറൊരു കളറായിരിക്കും. അപ്പം നമ്മൾ ഈ ക്രീം ഇടുമ്പം അതിൻ്റെ കൂടെ ക്രീമിൻ്റെ കഴുത്തിലും കൂടി ക്രീം അപ്ലൈ ചെയ്തിലേക്ക് നമുക്ക് രണ്ട് ഷെയ്ഡായിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് എന്ത് ക്രീം അപ്ലൈ ചെയ്താലും നമുക്ക് കഴുത്തിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഇപ്പോൾ ക്രീം അപ്ലൈ ചെയ്തോ. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 5 minutes later. ഹലോ ഗായ്സ്, അപ്പോൾ ഇങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഇതേണ്ടേ ഇപ്പോൾ നല്ലൊരു ഗ്ലോയിങ് ലുക്ക് കിട്ടി, നാച്ചുറൽ ഫിനിഷിങ് കിട്ടി. എക്സ്ട്രാ നമ്മളൊന്നും ഇട്ട ക്വാണ്ടിറ്റി ഒന്നുമില്ല. ലൈറ്റായിട്ട് അങ്ങ് ബ്ലെൻഡായി ക്ലിയറായി കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ഗ്ലോയിങ് ഫീലിംഗ് ആണ് കിട്ടുന്നത്. നല്ല ഷെയ്ഡാണ്. ഇപ്പോൾ ഇനി ലിപ്സ്റ്റിക്കും കൂടി അപ്ലൈ ചെയ്താലേ നമുക്കൊരു ബ്രൈറ്റ്നെസ് കിട്ടത്തുള്ളൂ. ഫേസിൽ എപ്പോൾ നമുക്ക് ബ്രൈറ്റ്നെസ് കിട്ടണമെങ്കിലും നമ്മൾ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യണം ഗൈസ്. അപ്പം ലിപ്സ്റ്റിക്ക് നമ്മളെപ്പോഴും യൂസ് ചെയ്യേണ്ട ഒരു സാധനമാണ്. അപ്പം ഇത് മേബ്ലിൻ്റെ സൂപ്പർ സ്റ്റഡി ടിൻ്റാണ്. ഷെയ്ഡ് നമ്പർ വന്നിട്ട് നീ ഹൈ. നമുക്ക് ഒരുപാട് എടുത്തറിയാതെ ലിപ്പിലും ചീക്കിലും ഒക്കെ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണ്.
ഇതാണ് ഷെയ്ഡ് വന്നിട്ട് കളറ് വരുന്നത്. നല്ല സോഫ്റ്റ് ഷെയ്ഡ് കേട്ടോ. നമുക്ക് ഒരുപാട് ഇട്ടൊരു ഫീല് വരത്തില്ല. ക്വാണ്ടിറ്റി വേണമെങ്കിൽ നമുക്ക് കൂട്ടി കൊടുക്കാം. എക്സ്ട്രാ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഡബിൾ കോട്ടോ ട്രിപ്പിൾ കോട്ടോ ഒക്കെ ചെയ്ത് കൊടുക്കാം. നല്ല കളറാണ്, നല്ല ഷെയ്ഡാണ്. ഇപ്പോൾ കണ്ടോ ഫേസിൽ ബ്രൈറ്റ്നസ് തോന്നുന്നത്. ഇത്ര നേരം ഡിമ്മായിട്ടിരുന്നത് ഇപ്പോഴത്തേക്കും ഫേസ് കുറച്ച് ബ്രൈറ്റ് ആയിട്ടുണ്ട്. ഇതിന് വേണമെന്ന് പറയുന്നുണ്ട്. കൊടുക്കണോ വേണ്ടയോ ഗൈസ്? വേണ്ടാന്ന് വിചാരിക്കുന്നു, വലുതാവട്ടെ. അതിന് പകരം ബേബി ലിപ്സ് ഒക്കെയാണ് അപ്ലൈ ചെയ്യുന്നത്. ലിപ്സ്റ്റിക്ക് കൊടുത്തില്ലെങ്കിലും ലിപ് ബാമൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഗൈസ്. എവിടെ കാണിച്ച് കണ്ട, ലിപ്പൊക്കെ ചുമപ്പിച്ചാണ് നിർത്തുന്നത്. അടച്ചു. അപ്പം ഇതാണ് 55 നീ ഹൈ. നല്ല ഷെയ്ഡാണ്, ലൈറ്റ് വെയിറ്റ് ആട്ടോ, നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. ഇട്ട ഒരു ഫീലില്ല, അത്രയ്ക്ക് ലൈറ്റാണ്. ആദ്യം ഇടുമ്പോഴത്തേക്കും ഇട്ടിട്ട് നോക്കുമ്പോൾ ചെറുതായിട്ട് ട്രാൻസ്ഫർ ആവും ആദ്യമേ ഇട്ടത്. പക്ഷേ ഇതൊന്ന് ഡ്രൈ ആകും. ഇത് ഒരുപാട് നേരം ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് ഡ്രൈ ആവും. ഒരു 5 മിനിറ്റ് എങ്കിലും ജസ്റ്റ് ഒന്ന് വിട്ടേക്കുക. നമ്മളെപ്പോഴും ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ആദ്യമേ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് വിട്ടിട്ട് നമുക്ക് ഈ ലിപ്സിൽ അപ്ലൈ ചെയ്തത് ക്ലിയർ ആക്കുക. അത് കഴിഞ്ഞിട്ട് ട്രാൻസ്ഫർ ആകുമോ നോക്കിയാൽ ട്രാൻസ്ഫർ ആവത്തില്ല. കണ്ടോ, ഓൾറെഡി പോയ ഷെയ്ഡ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ട്രാൻസ്ഫർ ആയിട്ടില്ല. അപ്പോൾ 5 മിനിറ്റ് ഏത് ലിപ്സ്റ്റിക് ഇട്ടാലും 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം നമ്മൾ, എന്നാലും കറക്റ്റ് അത് ബ്ലെൻഡായിട്ട് അത് ഡ്രൈ ആവത്തുള്ളൂ. പക്ഷേ ഇത് നല്ല മിനിയാണ്, സോഫ്റ്റാണ്, ക്ലിയറാണ്. ഇപ്പോൾ എൻ്റെ ഫേസ് കുറച്ച് ഒരുപാട് എടുത്തേക്കുന്നില്ല, പക്ഷെ എന്നാലും ഫേസ് ബ്രൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്. അപ്പോൾ ഇതും കൂടി ഉള്ളതുകൊണ്ട് ഇന്ന് വീഡിയോ ഒന്നും ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.